അങ്ങനെ വിഷു കഴിഞ്ഞു, ഈസ്റ്റർ വരാൻ പോകുന്നു. ഇന്ന് പെസഹ വ്യാഴാഴ്ച, യേശുക്രിസ്തുവിനെ യൂദാസ് ഒറ്റിക്കൊടുത്ത ദിവസം എന്നാണ് സങ്കല്പം. ഏതായാലും എല്ലാ ക്രൈസ്തവർക്കും ആദ്യമായിട്ട് പെസഹ വ്യാഴത്തിൻ്റെ ആശംസകൾ തരികയാണ്. അവരുടെ പ്രാർത്ഥനയിൽ ഞാനും പങ്കുചേരുകയാണ്. ഈ പെസഹ വ്യാഴാഴ്ച അവധിയായിട്ടുള്ള ലോകത്തെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളമാണ്. നിങ്ങൾക്കറിയാമോന്ന് എനിക്കറിയില്ല. ലോകത്ത് വേറൊരു സ്ഥലത്തും പെസഹ വ്യാഴത്തിന് ഒഴിവില്ല. നമ്മുടെ കേരളത്തിൽ മാത്രമാണുള്ളത്. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് പെസഹ വ്യാഴം ഒഴിവ് ദിവസമാക്കി പ്രഖ്യാപിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സവിശേഷത കൂടി ഇതിനുണ്ട്. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഈ വിഷു സംക്രാന്തി ദിവസം നടന്ന ഒരു മംഗളകർമ്മത്തെക്കുറിച്ചാണ്. വിഷു സംക്രാന്തി ദിവസം തൃശ്ശൂർ പ്രമുഖ സ്വർണ്ണാഭരണ വ്യാപാരിയായ ആലുക്ക ജോസേട്ടൻ്റെ ആത്മകഥ പ്രകാശിപ്പിച്ചു. ഗോൾഡ് എന്നാണ് ഈ ആത്മകഥയുടെ പേര്. ആരാണ് എഴുതിയതെന്ന് അറിയില്ല. ജോസേട്ടൻ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കാം. ഇത് ജോസേട്ടൻ്റെ ജീവിതകഥ മാത്രമല്ല, തൃശ്ശൂർ പട്ടണത്തിൻ്റെയും അവിടുത്തെ സിറിയൻ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും സ്വർണ്ണാഭരണ ശാലകളുടെയും ഒക്കെ ചരിത്രവും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. പുസ്തകത്തിൻ്റെ ആമുഖം എഴുതിയത് പ്രമുഖ നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ. ഈ രാമകൃഷ്ണൻ ആലുവ UC കോളേജിൽ എൻ്റെ 2 കൊല്ലം സീനിയറായിട്ട് പഠിച്ചതാണ്. അന്നേ പുള്ളിക്ക് സാഹിത്യത്തിൻ്റെ അസുഖം കലശലായിട്ടുമുണ്ട്. പിന്നീട് വളരെ കാലത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ രാമകൃഷ്ണൻ എന്നോട് ചോദിച്ചു, എവിടെ പഠിച്ചത്? ഞാൻ പറഞ്ഞു, ആലുവ UC കോളേജിലാണ്. പുള്ളി ഞാൻ UC കോളേജിലാണ്. പക്ഷേ സെക്കൻഡ് വെച്ച് ഞങ്ങൾ തമ്മിൽ തിരിച്ചറിഞ്ഞു. ഏതാണ്ട് ഈ ലവ് ഇൻ സിംഗപ്പൂർ എന്നുള്ള സിനിമയിൽ നമ്മുടെ ജയനും നസീറും തമ്മിൽ തിരിച്ചറിയുന്ന രംഗമുണ്ടല്ലോ, ചേട്ടാ അനുജ എന്ന് വിളിക്കുന്നു. അതുപോലത്തെ ഒരു കൂടിക്കാഴ്ച. ഞാൻ പറയാൻ വന്നത്, രാമകൃഷ്ണനാണ് ഇതിൻ്റെ ആമുഖം എഴുതിയത്. അപ്പോൾ ചില്ലറ പുസ്തകമല്ലെന്ന് അർത്ഥം. രാമകൃഷ്ണനെ പോലെ പ്രസിദ്ധനായ ഒരാൾ ആമുഖം എഴുതണമെങ്കിൽ പുസ്തകം ചില്ലറയാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഒരിക്കലും ആവില്ല. അതുപോലെ ഈ പുസ്തകം പ്രകാശിപ്പിച്ചത് ഏവർക്കും പ്രിയങ്കരനായ കേന്ദ്ര സഹമന്ത്രി തൃശ്ശൂരിൻ്റെ സ്വന്തം സുരേഷ് ഗോപിയാണ്. ഏറ്റുവാങ്ങിയത് നമ്മുടെ റവന്യൂ മന്ത്രി K. രാജൻ. പിന്നെ ആശംസ നേരാനെത്തിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, തൃശ്ശൂർക്കാരുടെ ഏവരുടെയും പ്രിയങ്കരിയായ പ്രൊഫസർ ബിന്ദു. പിന്നെ MLA മാരുടെ ഒരു എന്താ പറയുക, അധ്യക്ഷത വഹിച്ചത് തൃശ്ശൂർ മേയർ MK വർഗീസ്. പിന്നെ രാഷ്ട്രീയക്കാരും MLA മാരുമായ ഒരുപാട് പേരുണ്ടായിരുന്നു. ബാലേന്ദ്രൻ ഉണ്ടായിരുന്നു, AC മൊയ്തീൻ ഉണ്ടായിരുന്നു, മുൻ മന്ത്രി KP രാജേന്ദ്രനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഗടാഗടിയന്മാരായിട്ടുള്ള ആളുകൾ, ഒരുപാട് ഗടികൾ തൃശ്ശൂർ ഭാഷ പറഞ്ഞാൽ ഉണ്ടായിരുന്നു. പിന്നെ പ്രമുഖ വ്യവസായിയായ പട്ടാഭിരാമൻ, കല്യാണരാമൻ, അങ്ങനെ എണ്ണി പറയാവുന്ന ഒരുപാട് യോഗ്യന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ജോസേട്ടൻ്റെ പുസ്തകം ഒരു വമ്പിച്ച വിജയവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല. കാരണം പണ്ടൊക്കെ ഈ പ്രമുഖന്മാരായ ആളുകൾ മാത്രമേ ആത്മകഥ എഴുതിയിരുന്നു. KPS മേനോൻ്റെ ആത്മകഥ, അല്ലെങ്കിൽ മുണ്ടശ്ശേരി മാഷിൻ്റെ ആത്മകഥ, അതല്ലെങ്കിൽ KP കേശവമേനോൻ്റെ ആത്മകഥ. ഇവരൊക്കെയാണ് മലയാളത്തിൽ ഒരു കാലത്ത് ആത്മകഥാ സാഹിത്യം കൊണ്ട് നമ്മളെ സന്തുഷ്ടരാക്കിയത്, നമ്മുടെ സാഹിത്യത്തെ സമ്പുഷ്ടമാക്കിയത്. ചെറുകാടിൻ്റെ ജീവിതപാത എന്നൊക്കെ കേട്ടിട്ടില്ലേ? P. കുഞ്ഞിരാമൻ നായർ, രക്കാബിയുടെ കാൽപ്പാടുകൾ. അങ്ങനെയാണ് ആത്മകഥകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ ആർക്കും എഴുതാം. ജഡ്ജിമാരും വക്കീൽമാരൊക്കെ ആത്മകഥ എഴുതുന്ന കാലം. പിന്നെ സ്വർണ്ണാഭരണ വ്യാപാരികളും മടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ജോയ് ആലുക്കാസ് നേരത്തെ തന്നെ എഴുതി. ഇപ്പോൾ ജോസ് ആലുക്ക എഴുതി. ഇനി ഫ്രാൻസിസ് ആലുക്ക, പോൾ ആലുക്ക, ഇവരൊക്കെ എഴുതും. പിന്നെ ഈ സ്വർണ്ണാഭരണ കച്ചവടക്കാരിൽ നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഒരു ആത്മകഥയുണ്ട്. അതാരാണെന്ന് ഞാൻ പറയാതെ തന്നെ എനിക്കറിയാം. അത് ബോച്ചയുടെ ആത്മകഥയാണ്. എൻ്റെ ഡാഷ് അന്വേഷണ പരീക്ഷണങ്ങളെന്നായിരിക്കും മിക്കവാറും അതിൻ്റെ പേര് എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ ആവാനേ സാധ്യത. അപ്പോൾ ബോച്ചയുടെ ആത്മകഥ ഉടനെ വരും. പിന്നെ കല്യാണരാമൻ്റെ, പട്ടാഭിരാമൻ്റെ, മറ്റ് സകല രാമന്മാരുടെയും രാവണന്മാരുടെയും വരും. അപ്പോൾ പിന്നെ ഭീമയുടെ ഗോവിന്ദന് ആത്മകഥ എഴുതാതിരിക്കാൻ പറ്റുമോ? പുള്ളി എഴുതും. അങ്ങനെ ഈ നാട്ടിലെ സകല സ്വർണ്ണ കച്ചവടക്കാരുടെ ആത്മകഥകൾ കൊണ്ട് മലയാള സാഹിത്യം വളരെ വളരെ സമ്പന്നമാണ്. കാരണം സമ്പന്നരായ ആളുകളുടെ ആത്മകഥ കൊണ്ടാണ് നമുക്ക് സമ്പന്നമാകാൻ പറ്റൂ. അതാണ് ഒരു കാര്യം. അപ്പോൾ പിന്നെ ബാക്കി വ്യവസായികൾ, കച്ചവടക്കാരൊക്കെ കാത്തിരിക്കാൻ പറ്റും. രവിപിള്ളയുടെ ആത്മകഥ വരും, ചെന്താമരാക്ഷ മേനോൻ്റെ ആത്മകഥ വരും, പിന്നെ യൂസഫ് അലിയുടെ ആത്മകഥ വരെ വരും. അങ്ങനെ ആത്മകഥകൾ കൊണ്ട് നമ്മുടെ മലയാള സാഹിത്യം കൂടുതൽ സമ്പന്നമാകുകയും അങ്ങനെ സമ്പന്നന്മാരായ ആളുകൾ കൂടുതൽ ആത്മകഥ എഴുതുകയും അവർക്ക് വേണ്ടി ആത്മകഥ എഴുതുന്ന കൂലിത്തൊഴിലാളികൾ കൂടുതൽ സമ്പന്നരാകുകയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ജോസേട്ടൻ്റെ ഈ സതുദ്യമത്തെ സർവാത്മന ശ്ലാഘിക്കുന്നു ബാക്കി സ്വർണ്ണ കച്ചവടക്കാരും ബാക്കി സകല കച്ചവടക്കാരും.
വ്യാപാരികളും വ്യവസായികളും ഒക്കെ മടിക്കാതെ യാതൊരു കൂസലും ഇല്ലാതെ ഉടനെ തന്നെ ആത്മഹത്യ എഴുതണം എന്നൊരു ആഹ്വാനത്തോടുകൂടി തൽക്കാലം വിട. ജോസേട്ടനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ബാക്കി സ്വർണ്ണാഭരണ വിൽപ്പനശാലക്കാരും മടിച്ചു നിൽക്കരുത്. ബോച്ചയുടെ ആത്മകഥ പ്രത്യേകിച്ചും മലയാള സാഹിത്യത്തിന് വലിയ മുതൽക്കൂട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.